ഹായ് ഫ്രണ്ട്സ്, ടീച്ചർ അമ്മയും കുട്ടികളും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം അല്ലേ നമ്മൾ വീണ്ടും കഥയുടെ ലോകത്തേക്ക് തിരിച്ചു വരികയാണ്. അതായത് നമ്മൾ കുറേയേറെ കഥകൾ പറഞ്ഞല്ലേ. നമ്മൾ പറഞ്ഞ കഥകളിൽ നമ്മൾ ആദ്യം തുടങ്ങിയ കഥ ഏതായിരുന്നു? ടീനയുടെ കഥ അല്ലേ. ടീനയുടെ കഥ 1-ാം ഭാഗം കഴിഞ്ഞു, 2-ാം ഭാഗം കഴിഞ്ഞു. ഇനി ബാക്കി കേൾക്കണ്ടേ? നമുക്കിന്ന് 3-ാം ഭാഗത്തേക്ക് പോകാം അല്ലേ. നമ്മുടെ കഥയുടെ ബാക്കിയായിട്ട് നമ്മൾ അന്നത്തെ കഥകൾ വല്ല ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് എന്തായിരുന്നു? ടീന ഗർഭിണിയായി അല്ലേ. ടീനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ പോവുകയാണ്. ആരൊക്കെയാ കാത്തിരിക്കുന്നത്? മറിയാമ്മ ചേട്ടത്തി, ബാബുക്കുട്ടൻ, കമലാക്ഷി അമ്മ അല്ലേ, പിന്നെ ജാനു. ഇത്രയും കഥാപാത്രങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അവരെല്ലാവരും നോക്കിയിരിക്കുകയാണ് ടീന പ്രസവിക്കുന്നതും കാത്ത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമേരിക്കയിൽ നിന്ന് നമ്മുടെ മറിയാമ്മ ചേട്ടത്തിയുടെ മോൻ വരുന്നത്. മോൻ്റെ പേര് ബേബിച്ചൻ എന്നാണ്. മോന് ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. അപ്പം അവർ ഓർക്കാപ്പുറത്തേക്ക് വരികയാണ്. അപ്പം മറിയാമ്മ ചേട്ടത്തി സന്തോഷമായി. മോനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, കുറച്ച് ദിവസം അവരുണ്ടാവുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് മറിയാമ്മ ചേട്ടത്തി ഇരുന്നത്. മോൻ വന്നു. മോൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, എന്നതാ? ബേബിച്ചൻ. അപ്പം ബേബിച്ചനും ഒരു ഒരു മോള് 2-3 വയസ്സേ ഉള്ളൂ. അവിടെ പേര് മിനിക്കുട്ടി എന്നാണ്. മിനിക്കുട്ടിക്കും ബേബിച്ചനും ഈ പട്ടികളെ, അതായത് ടീനെ ഒക്കെ നല്ല ഇഷ്ടമായി. പക്ഷേ ആർക്കാണ് ഇഷ്ടപ്പെടാതിരുന്നത്? ബേബിച്ചൻ്റെ ഭാര്യ ജെസ്സിക്ക് ഒട്ടും ഇഷ്ടമല്ല. പട്ടികളെ ഇഷ്ടമല്ല, പൂച്ചകളെ ഒന്നിനും ഇഷ്ടമല്ല. അപ്പോൾ ഈ കൊച്ച് മിനിക്കുട്ടി എപ്പോഴും പോയി എവിടെ ഇരിക്കും? ടീനെ തലോടിയും അതിനെ പിടിച്ചുമൊക്കെ ഇരിക്കും. അതുകൊണ്ട് ജെസ്സിക്ക് അത് ഇഷ്ടമല്ല. ജെസ്സി ഉടനെ ഒച്ചയിടും, കൊച്ചിനെ വലിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ കൊച്ചു കിടന്ന് കാറും. മറിയാമ്മ ചേട്ടത്തിക്ക് ഇത് കാണുമ്പോൾ സങ്കടമാണ്. അവരുടെ ഒരു കുടുംബാംഗം പോലെയാണ് ആ പട്ടി. ടീനയെ അത്രയ്ക്കും കാര്യമാണ്. എപ്പോഴും മറിയാമ്മ ചേട്ടത്തിക്ക് കൂട്ടായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ ജെസ്സി കാണിക്കുമ്പോൾ അവർക്ക് വളരെ വിഷമമുണ്ട്. പക്ഷെ മിണ്ടാൻ പറ്റുമോ? കൊച്ചിനെ അമ്മയല്ലേ എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടൊന്നും മിണ്ടാതെ അവരിതെല്ലാം നോക്കിയും കണ്ടും നിന്നു. എന്നിട്ട് പിന്നെ എന്തായി? ഇങ്ങനെ എന്നാൽ കൊച്ചെപ്പോഴും പോയി ടീനയുടെ അടുത്ത് കളിക്കാൻ നിൽക്കും. ടീനയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. പോരാഞ്ഞ് ടീന ഗർഭിണിയല്ലേ. അപ്പം ആൾക്ക് ശല്യമാവുണ്ടെന്ന് കരുതി മറിയാമ്മ ചേട്ടത്തി കൂട്ടിനകത്ത് തന്നെ ആക്കി. നമുക്ക് അവിടെ പ്രസവിക്കാനായിട്ട് ഒരു ചെറിയ മെത്തയൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാ സജ്ജീകരണങ്ങളും ഇവർ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എപ്പോഴും പോയി നോക്കും, ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു. ടീനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായി. എത്ര പേരുണ്ടെന്നറിയോ? 6 കുഞ്ഞുങ്ങൾ. നല്ല മിടുമിടുക്കർ. ഒരു 4 ആൺപട്ടികളും 2 പെൺപട്ടികളുമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ കണ്ട എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും അടുത്തുള്ള വീടുകളിലെ പിള്ളേരും വലിയവരും ഒക്കെ കടന്നു വരാൻ തുടങ്ങി ടീനയുടെ കുഞ്ഞുങ്ങളെ കാണാൻ. ഇപ്പം ടീന അവിടെ എല്ലാവർക്കും നല്ല പരിചയമല്ലേ. അന്നത്തെ ആ മോഷണ കേസോടെ കള്ളനെ പിടിച്ചില്ലേ, അതോടെ ടീന പ്രശസ്തയായിരിക്കുകയാണ്. അപ്പം അയൽപ്പക്കാർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. എല്ലാവരും വന്നിട്ട് മറിയാമ്മ ചേട്ടത്തിയോട് പറഞ്ഞു, ഒരു കുഞ്ഞിനെ എനിക്ക് വേണം എന്നും പറഞ്ഞ് എല്ലാവരും ബുക്ക് ചെയ്തു. അപ്പം മറിയാമ്മ ചേട്ടത്തി എന്താ പറഞ്ഞേ? കുഞ്ഞിന് പാലൊക്കെ കുടിക്കണ്ടേ, 1 മാസം കഴിയട്ടെ, 1 മാസം കഴിഞ്ഞ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തരാം, ഒരെണ്ണത്തിനെ മാത്രമേ ഞാനിവിടെ നിർത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ ഓരോരുത്തരും കൊണ്ടുപോയി. അവസാനം ഒരു ആൺപട്ടിയെ മാത്രം, ഒരു ആൺപട്ടിക്കുഞ്ഞിനെ ടീനയ്ക്ക് കൂട്ടിനായിട്ട് നിർത്തി. അതിനെല്ലാവരും കൂടെ ബാബുക്കുട്ടൻ പറഞ്ഞു നമുക്ക് നല്ല പേരിടാം എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ഇട്ട പേരാണ് ടൈഗർ. ജാനുവും ബാബുക്കുട്ടനും എല്ലാവർക്കും വളരെ സന്തോഷമായി നിങ്ങളെ നോക്കാനായിട്ട്. ബേബിച്ചനാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് കൊണ്ടുപോയി എല്ലാത്തിനും കൊണ്ട് കുളിപ്പിക്കാനും ബെൽറ്റൊക്കെ, പുതിയ ബെൽറ്റും എല്ലാം വാങ്ങിച്ചു കൊടുക്കാനും തീറ്റി വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ബേബിച്ചന് ഉത്സാഹമായിരുന്നു. പക്ഷേ ജെസ്സിക്ക് മാത്രം ഇഷ്ടമല്ല. ജെസ്സിക്ക് അത് നിങ്ങളെ എടുക്കുന്നോ ഒന്നും ഇഷ്ടമല്ല. ഇതിന് കാരണവും ഉണ്ടായിരുന്നു. എന്നാ കാരണം? ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ വഴക്കാണ്. ബേബിച്ചനും ജെസ്സിയും കൂടെ വഴക്കടിക്കും. അപ്പം മറിയാമ്മ ചേട്ടത്തിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ ഇവർ ഈ വഴക്കടിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും കൂടെ ഡൈവോഴ്സ്, പിന്നെ പിരിയാം, കോടതി കേസ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം മറിയാമ്മ ചേട്ടത്തിക്ക് ആകെ ഡൗട്ടായി, എന്താ ഇവർ ഇങ്ങനെയെന്ന്. മിനിക്കുട്ടിയാണ് ഇതൊന്നും അറിയാത്ത രീതിയിൽ മിനിക്കുട്ടി ഈ പട്ടിയോടും പിന്നെ ബാബുക്കുട്ടനോടും ഒക്കെ കൂട്ടും കൂടി അവൾ കളിച്ച് നടന്നു. അവൾക്ക് ഒന്നും അറിയത്തില്ല. പക്ഷേ ഇവർ തമ്മിൽ വഴക്കായിരുന്നു. അവസാനം പിന്നെ മറിയാമ്മ ചേട്ടത്തി 2 പേരെയും വിളിച്ച് ചോദിച്ചു. ബേബിച്ചൻ പറഞ്ഞു അവളോട് ചോദിക്കാൻ പറഞ്ഞു. ജെസ്സി പറഞ്ഞു നിങ്ങളുടെ മോനോട് ചോദിക്കാൻ പറഞ്ഞു.
രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു. ഓരോരുത്തരോട് മാറി മാറി ചോദിച്ചപ്പോൾ എന്താ, രണ്ടുപേരും ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുക. കാരണം എന്നാ, ബേബിച്ചന് കൊറോണ സമയത്ത് അവിടുത്തെ ജോലി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രശ്നമായില്ലേ. ജെസിക്ക് മാത്രമേ ജോലിയുള്ളൂ. അപ്പം കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് പെട്ട് ബേബിച്ചൻ കുടിക്കാൻ തുടങ്ങി. അത് ജെസിക്ക് ഇഷ്ടമായില്ല. പിന്നെ തമ്മിൽ വഴക്കായി പിണക്കമായി. അവസാനം ഡൈവോഴ്സിനവർ കേസും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് മറിയാമ്മ ചേട്ടത്തി ഇതൊക്കെ അറിയുന്നത്. ചേട്ടത്തിക്ക് ആകെ വിഷമമായി. ആകെ ഉള്ളൊരു ആൺതിരിയാണ്. 3 പെൺകുട്ടികളുണ്ടായി കഴിഞ്ഞ് ഉണ്ടായതാണ് ബേബിച്ചൻ. അപ്പോൾ മോൻ്റെ ഈ കഷ്ടകാലവും ഈ അവസ്ഥയൊക്കെ കണ്ടപ്പോഴത്തേക്ക് മറിയാമ്മ ചേട്ടത്തി ആകെ വിഷമിച്ചു. പക്ഷേ ഇവരെ രണ്ടുപേരോടും പറഞ്ഞിട്ടൊന്നും ഒരു വിശേഷവും ഇല്ല. ഒരു ദിവസം ജെസി എന്ത് ചെയ്തു, ആ മിനിക്കുട്ടിയെയും എടുത്തുകൊണ്ട് പിണങ്ങി വീട്ടിലേക്ക് പോയി. അപ്പം നമ്മുടെ കഥ ഇങ്ങനെ നീണ്ടു പോവുകയാണ് അല്ലേ. ആകെ മറിയാമ്മ ചേട്ടത്തിക്ക് വിഷമമായി. പിന്നെ പട്ടിക്കുട്ടികൾ എല്ലാവരും കൊണ്ടുപോയി. ഒരെണ്ണേ ഉള്ളൂ. പാവക്കുട്ടൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ പോക്കും ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ജി കെ ഉണ്ട്, കുസൃതി ചോദ്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നതാണ്. എല്ലാം മറന്നുപോയി കാണും. ജി കെയിൽ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടും ഉള്ളതാണ്. ഓർക്കുന്നുണ്ടോയെന്ന് നോക്കാം. ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്, ഏറ്റവും വലിയ ഭൂഖണ്ഡം നോക്കട്ടെ, ഓർക്കുന്നുണ്ടോയെന്നോ? ഏഷ്യ അല്ലേ. സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റോ? ഏതാ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ്? ഓസ്ട്രേലിയ. ഓർക്കുന്നുണ്ട്. പിന്നെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി, അതായത് ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം. ചൈനയാണ് നമ്പർ 1. നമ്പർ 2 ആരാണ്? നമ്പർ 2-ൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലേ. പക്ഷേ വലിപ്പത്തിൽ വളരെ ചൈനയുടെ 3-1 ഉള്ളൂ. പക്ഷേ ജനസാന്ദ്രതയിൽ ഇന്ത്യയാണ് കൂടുതൽ നിൽക്കുന്നത്. പിന്നെ ലോങ്ങസ്റ്റ് റിവർ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ലോകത്തിലെ, വേൾഡിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. കേട്ടിട്ടില്ലേ? നൈലിന്ന് ഈജിപ്തിലൂടെ 3-4 രാജ്യങ്ങളിലൂടെയാണ് അത് ഒഴുകി പോകുന്നത്. പിന്നെ ഹയസ്റ്റ് പീക്ക്, ഏറ്റവും വലിയ കൊടുമുടി, അത് നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? പേര് നമുക്ക് പരിചയമുള്ളല്ലേ. അറിയായിരുന്നല്ലേ. ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആരായിരുന്നു ആദ്യം എവറസ്റ്റ് കീഴടക്കിയത്? ആരാ? ടെൻസിങ്ങും ഹിലാരി അല്ലേ. അത് പഠിച്ചിട്ടുള്ളതല്ലേ. പിന്നെ ഏറ്റവും വലിയ പക്ഷി, ബിഗസ്റ്റ് ബേർഡ്, ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി അല്ലേ. അതിൻ്റെ ആ മുട്ടയ്ക്ക് തന്നെ ഉണ്ട് 1.5 കിലോ തൂക്കം. എവിടെയാണ് സാധാരണ ഓസ്ട്രിച്ചിനെ കാണപ്പെടുന്നത്? നമ്മുടെ രാജ്യത്തുണ്ടോ? ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിൽ എവിടെയാ? അതുപോലെ സർക്കസുകാരുടെ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ അല്ലേ. എവിടെയാ? നമ്മുടെ സൂവിൽ കാണും. പക്ഷേ ഓസ്ട്രിച്ചിനെ ധാരാളമായിട്ട് കാണുന്നത് ആഫ്രിക്കൻ കൺട്രീസിലാണ്. കങ്കാരുവിനെ എവിടെയാണ് കാണുന്നത്? കങ്കാരു ഏത് രാജ്യത്താണ് കാണുന്നത്? കേട്ടിട്ടില്ല കങ്കാരു ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ. കങ്കാരുവിൻ്റെ നാട് ഓസ്ട്രേലിയയിലാണ് കങ്കാരു. കങ്കാരുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹൈറ്റ് ചാടും, ചാടി പോവും. പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പെണ്ണിൻ്റെ ആ വയറിൻ്റെ ഭാഗത്താണ് സഞ്ചിയിൽ കുഞ്ഞ് കിടക്കും അല്ലേ. അതായത് കുഞ്ഞിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ്
കങ്കാരു. അപ്പോൾ ആ കുഞ്ഞ് ഒരു ഇച്ചിരൂടെ ഒരു വളർച്ച എത്തുന്നത് വരെ, ആദ്യം ഉണ്ടാകുമ്പോഴത്തെ ആ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ആരോഗ്യമുള്ള അവസ്ഥയിൽ എത്തുന്നത് വരെ ഈ അമ്മയുടെ വയറിൻ്റെ ചൂട് പറ്റി ആ സഞ്ചിയിൽ കിടന്നാണ് വളരുന്നത്. കണ്ടിട്ടില്ലേ? പടമൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പം അവിടുത്തെ ദേശീയ മൃഗമാണ് ഓസ്ട്രേലിയയുടെ കങ്കാരു. ഇനി എന്താണ്? ഇന്ന് നമുക്ക് കടങ്കഥ വേണ്ട. കടങ്കഥ നമുക്ക് അടുത്ത ദിവസം. ഒരു പഴഞ്ചൊല്ല് പറയാം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അതിൻ്റെ അർത്ഥം എന്താന്ന് പറയാമോ? ഈ പൈസ ഉള്ള സമയത്ത് കുറച്ച് സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൈസ ഇല്ലാത്ത സമയത്ത് അതെടുത്ത് ഉപയോഗിച്ച് ജീവിക്കാം. അതായത് നമുക്ക് സമ്പത്തുള്ളപ്പോൾ നമ്മളത് ദൂർത്തടിക്കാതെ അതുപോലെ സൂക്ഷിച്ചും കൈകാര്യം ചെയ്താൽ നമുക്ക് ആപത്ത് വരുമ്പോൾ ആ പൈസ ഉപകാരപ്പെടും, അല്ലേ? ചിലരെങ്ങനെയാണ്, സമ്പത്ത് വരുമ്പം അതെല്ലാം ദൂർത്തടിച്ച് കളയും, പിന്നെ ഒന്നും കാണുകയില്ല. പിന്നെ വല്ല അസുഖമോ അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അല്ലേ? അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ആവശ്യത്തിന് ഉപയോഗിക്കുക, അനാവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരെണ്ണം പറയാം. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എന്താ അതിൻ്റെ അർത്ഥം? അത് നമുക്ക് എന്തൊക്കെ സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആ സംഭവത്തോടുള്ളൊരു മാറില്ല. അതായത് താല്പര്യം മാറില്ല, അല്ലേ? കൊതുകിന് ചോരയാണ് ഇഷ്ടം. പശുവിനാണെങ്കിലോ നല്ലപോലെ പാല് തരും എന്നും പറഞ്ഞ് കൊതുകിന് പാലിഷ്ടമാണോ? അല്ല, കൊതുകിന് വേണ്ടത് ചോര തന്നെയാണ്. പശുവിനെ പോയി കടിച്ചാലും അത് കുടിക്കുന്നത് ചോരയാണ്. അതായത് മനുഷ്യരുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. എന്തെല്ലാം സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായാലും ചില ദുശീലങ്ങൾ അവൻ മാറ്റത്തില്ല, അല്ലേ? മദ്യം കഴിക്കുന്ന ആൾ അവൻ എന്തൊക്കെ കിട്ടിയാലും അവൻ എന്ത് വേണം? മദ്യം വേണം. ഇങ്ങനെ ദുർസ്വഭാവങ്ങൾ മാറ്റാൻ മനുഷ്യൻ ശ്രമിക്കുന്നില്ല. ശ്രമിച്ചാൽ മാറും, കുറേയൊക്കെ മാറും, അല്ലേ? അതിന് ആ വ്യക്തി തന്നെ ശ്രമിക്കണം. അപ്പം അതിനെ ആസ്പദമാക്കി പറയുന്നതാണ് ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പഴഞ്ചൊല്ലുകൾ മനസ്സിലായോ? പഴഞ്ചൊല്ലുകൾക്ക് അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്, അല്ലേ? വെറുതെ പറയുന്നതല്ല. നമ്മുടെ പിന്നെ മുതുമുത്തശ്ശന്മാരുടെ കാലം തൊട്ടേ ചൊല്ലി വരുന്നതാണ്. അതുകൊണ്ടാണ് അതിന് പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടീച്ചറമ്മയും കുട്ടികളും എന്ന ചാനൽ എല്ലാവരും കാണുക, അഭിപ്രായം പറയുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ബൈ ബൈ.